Grounder to the straight region for a single to start in the first ball. Lovely start. 1,00,000 രൂപയുടെ ഫാൽക്കൺ കപ്പിന്റെ സമ്മാന തുക തേടി ആ വലിയ കിരീടം തേടി അലയുന്ന 65 ടീമുകൾ. അതിൽ ശേഷിക്കുന്നത് 10 ടീമുകൾ മാത്രം ഇന്നിനി ടൂർണമെന്റിൽ ബാക്കിയുണ്ട്. കളിക്കാൻ ബാക്കിയുള്ളവരും കളിച്ച് ക്വാളിഫൈ ചെയ്തതും ചേർത്ത് 10 ടീമുകൾ അവശേഷിക്കുന്ന ഈ ഒരു ടൂർണമെന്റിന്റെ ഗംഭീര 10ൽ പുറത്ത്. Three balls already bowled. Make it fast. Powerfully grounded shot and well field. ശ്രദ്ധിക്കുക, ലേഡീസിനായി നമ്മളുടെ ഗ്രൗണ്ടിന്റെ ഒരു വശത്ത് നമ്മൾ സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മത്സരം വീക്ഷിക്കാനെത്തിയ ലേഡീസ്, നിങ്ങൾക്ക് ഗ്രൗണ്ടിന്റെ ഒരു വശം നമ്മൾ വളരെ കൃത്യമായി സജ്ജമാക്കിയിട്ടുണ്ട്. 2 റൺസ് സ്കോർ ബോർഡിൽ. ഇനിയും 2 ബോളുകൾ ആദ്യ ഓവറിൽ അവശേഷിക്കുന്നു. 2 balls remaining. Good looking shot and into the hands of the fielder. Very good collection. Mixed 11, loss of first wicket. The lefty gone. Left-hander depart and Hafi collected comfortably. Wicket in the first over of the game. Amal strike for the team in the first over. Now Akshay Sridhar, the new batter. One left-hander gone, another left-hander in. Moving to the final ball of the first over. Falcon Cup 2025 5th edition. ക്രിക്സയിലൂടെ മത്സരം വീക്ഷിക്കുന്ന ക്രിക്കറ്റ് ആസ്വാദകരെയും ഈ ഒരു ഗ്രൗണ്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വന്നു നേരിട്ട് ആദ്യ പന്തിനെ ഒരു ഡ്രൈവിലൂടെ ഒരു റൺസ് നേടിയെടുത്ത് ആദ്യ ഓവർ അവസാനിപ്പിക്കുന്നു. 3 loss of 1. ഒപ്പം ക്രിക്കറ്റിന്റെ ടൂർണമെന്റുകളിലേക്ക് എൻട്രി ആഗ്രഹിക്കുന്നവർക്ക് മുമ്പിലേക്ക് ഒരു ഗുഡ് അനൗൺസ്മെന്റ്. സ്റ്റാർ 11 പ്രസൻസ് ന്യൂ ഇയർ കപ്പ് 2025 സീസൺ 4 മാർച്ച് 1-2 തീയതികളിൽ മരുതുക്കോണം ട്രിവാൻഡ്രം മൈതാനത്ത് വെച്ച് 24 ടീമുകളെ പങ്കെടുപ്പിച്ച് നടത്തുന്നതാണ്. 6 ഓവേഴ്സ്, 5 ബോളേഴ്സ്, നിവ്യ ബോൾ. ഡേ ടൂർണമെന്റ്. 40,000 ഫസ്റ്റ് പ്രൈസ്, 40,000 രജിസ്ട്രേഷൻ ഫീസ്. $4,000 രജിസ്ട്രേഷൻ ഫീസ്, 1000 അഡ്വാൻസ്, ഇൻഡിവിജ്വൽ പ്രൈസസ് ഒക്കെ അടങ്ങുന്ന വലിയൊരു ടൂർണമെന്റ് മരുതുക്കോണം ഗ്രൗണ്ട് ട്രിവാൻഡ്രത്ത് വെച്ച് നടക്കുന്നതാണ്. ന്യൂ ഇയർ കപ്പ് സീസൺ 4 മാർച്ച് 1-2 തീയതികളിൽ സ്റ്റാർ 11 അതിൻ്റെ കോർഡിനേഷൻ ലെവലിൽ ഓർഗനൈസിംഗ് കമ്മിറ്റിയിൽ പങ്കുവഹിക്കുന്നു. വിന്നേഴ്സിനായി 40,000-ഉം റണ്ണേഴ്സിനായി 20,000-ഉം സെമി ഫൈനലിസ്റ്റുകൾക്ക് 6,000 രൂപയും നൽകുന്ന ഒരു ടൂർണമെന്റ്. കോൺടാക്ട് നമ്പർ 8136801501 ആൻഡ് 8891329609.
Brilliantly bowled. 9539145329 എന്നീ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം. Fundraiser through the event will be given for cancer patients. So it's a wonderful tournament. ഒരു ചാരിറ്റി ടൂർണമെന്റ് കൂടിയാണ്. ടീം ഓണേഴ്സ് നിങ്ങളുടെ ലിസ്റ്റിൽ ഒന്ന് നോട്ട് ചെയ്യാം. അതുപോലെ തന്നെ ആഞ്ജനേയ proudly presents All India Floodlight Softball Cricket Tournament. ആഞ്ജനേയ കപ്പ് 2025 സീസൺ 1 കറിയം ശ്രീകാര്യം ട്രിവാൻഡ്രം മൈതാനത്ത് നടക്കുന്നതായിരിക്കും. ഫുൾ ടോസ് ആൻഡ് ഇതിനെ നന്ദിയോടുകൂടി അക്ഷയ് ശ്രീധർ ഒരു സിക്സറിലേക്ക് എത്തിക്കുന്നു. 32 ടീമുകളാണ് ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. 10 പ്ലേയേഴ്സ്, 5 ബൗളേഴ്സ്, 6 ഓവർ, 1 ലക്ഷം രൂപ ഫസ്റ്റ് പ്രൈസ്, 50,000 സെക്കൻഡ്, തേർഡ്, ഫോർത്ത് 10,000 വീതം. ലൈവ് സ്ട്രീമിംഗ് ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ മത്സരത്തിനും. എല്ലാ ടീമും 11 പ്ലേയേഴ്സിന്റെ ലിസ്റ്റ് ഫോട്ടോ സഹിതം കൊടുക്കണം. ഗുഡ് വൺ, ഗുഡ് സ്ട്രൈക്ക് ആൻഡ് ഹാഫ് എ ഡസൻ സ്കോർഡ്. 2 ഓവർ അവസാനിക്കുന്നു. 2 സിക്സറുകൾ തുടരെ പ്രയോഗിച്ച് 17-1. ആഞ്ജനേയ കപ്പ് 2025 ഏപ്രിൽ 18-19 തീയതികളിൽ 7,000 രൂപ എൻട്രി, 2,000 രൂപ അഡ്വാൻസ്. കരിയം ശ്രീകാര്യം ട്രിവാൻഡ്രം മൈതാനത്ത് 32 ടീമുകളെ പങ്കെടുപ്പിച്ച് നടത്തുന്നു. 2 നല്ല ടൂർണമെന്റ്. കോൺടാക്ട് ചെയ്യാം 9847394262. ഫ്ലഡ് ലൈറ്റ് ടൂർണമെന്റ് കൂടിയാണ് ആഞ്ജനേയ കപ്പ് സീസൺ 1. 2 ഓവറിൽ 17-1 മത്സരത്തിലേക്ക് ട്രാക്കിലേക്ക് നമ്മൾ തിരികെ എത്തുന്നു. 3-ാം ഓവറുമായി 3ാമത്തെ ബൗളർ ബൗളിംഗ് എൻഡിലേക്ക് ചേരുന്നു. Continuing the first over bowler, it's Amal. 2 over 17, loss of 1. On the batter on the വേഗത്തിലാക്കണം please. Make it fast. വളരെ ആവേശകരമായി തന്നെ ഫാൽക്കൺ കപ്പിന്റെ 5ാമത്തെ എഡിഷൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നല്ലൊരു ക്വാളിറ്റിയേറിയ സ്ട്രോക്ക് കളിച്ച് 4 റൺസ് കൂടി ജയേഷ് കോവളം തന്റെ ബാറ്റിംഗ് സ്ക്വാഡിലേക്ക്, ബാറ്റിംഗ് ടീമിന് വേണ്ടി തന്റെ ഇൻഡിവിജ്വൽ സ്ക്വാഡിലേക്ക് ആഡ് ചെയ്യപ്പെടുകയാണ്. ഫസ്റ്റ് പ്രൈസ് ഓഫ് 1 lakh rupees sponsored by Alif Enterprises for Falcon Cup. Thank you Alif Enterprises owner. Second cash prize sponsored by Al Safaj Hotel Kidaikonam. Third, fourth cash prize sponsored by Amjas Tembakala. നല്ലൊരു കണക്ഷൻ ഒരിക്കൽ കൂടി ജയേഷ് കോവളം ബാറ്റിംഗ് കൊണ്ട് നേടിയെടുക്കുന്നു. 5th cash prize sponsored by Binu Kuruvilla Hollow Bricks Kidaikonam. 6th cash prize sponsored by Mafia Motors and 7th cash prize sponsored by Salim Tembamuda. 8th cash prize sponsored by Rizan Riaz Manalimukku Venyaramuda. 27. അത് കൊള്ളാം. ഇപ്പോൾ ഉന്നം വെച്ച ഷോട്ടും ലക്ഷ്യസ്ഥാനത്തിലേക്ക് തന്നെ കേന്ദ്രീകരിക്കുന്നു ജയേഷ് കോവളത്തിന്റെ ബാറ്റ്. 2ാം തവണ ഈ ഓവറിൽ സിക്സറിന്റെ രൂപത്തിൽ മറുപടി എത്തിക്കുന്നു. ബൗണ്ടറിയിൽ തുടങ്ങി അടുത്ത പന്ത് ഡോട്ട് ബോൾ സ്വീകരിച്ച ശേഷം 2 ഷോട്ടുകൾ എണ്ണം പറയുന്ന 33 എന്ന നിലയിലേക്ക്. 2 more balls to go in this over, 3 to complete. Oh, that is a trouble and gone. Jayesh Kovalam. Not a balancing shot he played. Ball was on the 5th or the 6th channel and trying to make the shot to the onside or the cow corner region. But the ball meets not a comfortable part of the bat and straight to the bowler, caught and bowled. Wicket number 2 down. Jayesh Kovalam batting in the ചെറിയൊരു വെർഷൻ പുറത്തെടുത്ത് അപ്ഡേറ്റ് ചെയ്യപ്പെടാതെ അതേ വെർഷനിൽ അവസാനിപ്പിക്കുന്നു.
3-3 for 2. പുതിയ താരമായി സുജിത്ത് എത്തുമ്പോൾ ബാക്ക് ഫുട്ടിൽ ഒരു സിംഗിൾ നേടി ഓവർ അവസാനിപ്പിക്കുന്നു. 3 ഓവറിൽ 34. 1 ലക്ഷം രൂപയുടെ ഫസ്റ്റ് പ്രൈസ്. 4 കിടിലൻ ട്രോഫികൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിനോടൊപ്പം ക്വാർട്ടർ ഫൈനലിസ്റ്റുകൾക്കുള്ള 4 ട്രോഫിയും വ്യത്യസ്തമാർന്ന രീതിയിൽ ഒരു ഗംഭീരമായ ഡിസൈനിൽ അത് അണിയിച്ചൊരുക്കുകയാണ് ഫാൽക്കൺ കപ്പ്. നൗഷാദ് മെമ്മോറിയലായും അജ്ഫർ മെമ്മോറിയലായാലും ഹക്കീം മെമ്മോറിയലായും നൽകുന്ന 4 ട്രോഫികൾ. ടൂർണമെന്റിന്റെ വിന്നേഴ്സിന് 4 സ്ഥാനങ്ങൾ കീഴടക്കുന്നവർക്ക്. പുതിയ ബോളർ ആകാശ്, ഒരു സിംഗിൾ. ഫസ്റ്റ് ട്രോഫി നമ്മൾക്ക് സ്പോൺസർ ചെയ്തുകൊണ്ട് ജയ് കുമാർ ആലന്തറ. 2ാം സ്ഥാനത്തിന്റെ ട്രോഫി ഡിഫോൺസ് ലെജൻഡ്സ് റംസാൻ ബ്രദേഴ്സ്. 3rd ട്രോഫി സ്പോൺസർ ബൈ അംജാസ് തേമ്പാക്കാല. 4th പ്ലാസ്റ്റോ ട്രിവാൻഡ്രം. 5th UK ബ്രദേഴ്സ്. 6th and 7th ജാസിം ബഷീർ. ബോളർ ഫാസ്റ്റ് പ്ലീസ്. എട്ടാമത്തെ ട്രോഫി സ്പോൺസർ ചെയ്തുകൊണ്ട് ടീം ഞങ്ങളുടെ സ്പോൺസർഷിപ്പിൽ സഹകരിക്കുന്ന ഓക്സ്ഫോർഡ് സ്റ്റഡീസ് ഇന്റർനാഷണൽ ടീം. ടൂർണമെന്റിന് ഇൻഡിവിജ്വൽ അവാർഡുകൾ ഒരുപാടുണ്ട്. മാൻ ഓഫ് ദ ടൂർണമെന്റ് ട്രോഫിയും വാഷിംഗ് മെഷീനുമാണ്. അത് സ്പോൺസർ ചെയ്യുന്നു നവാസ് മഞ്ഞക്കിളി. ബെസ്റ്റ് ബാറ്റർ ഒരു പുൾ ഷോട്ട് അക്ഷയ് ശ്രീധർ ഇടം കയ്യന്റെ ബാറ്റിൽ നിന്നും. Trophy plus gift is sponsored by Royal Gym Venyaramuda. Best bowler trophy plus gift is sponsored by Jordan Boys at Tingle Road Venyaramuda. Emerging player trophy plus smartwatch is sponsored by Dr. Tito. Trophy plus gift for the wicket keeper. No ballum full tossum. അത് നല്ല ഒരു അനുഭൂതി ലഭിക്കുന്നു ബാറ്റർക്ക്. മാക്സിമം ഹാഫ് എ ഡസൻ സ്കോർഡ്. വിക്കറ്റ് കീപ്പറിനുള്ള അവാർഡ് സ്പോൺസർ ചെയ്തുകൊണ്ട് നോബൽ കാറ്ററിംഗ് സർവീസ് അബുദാബി. ഓൾ ദ പാർട്ടിസിപ്പേഷൻ മൊമെന്റ് സ്പോൺസർ ബൈ സിറ്റി ലൈറ്റ്സ് വെഞ്ഞാറമൂട്. ആൻഡ് ദ ഫ്രീ ഹിറ്റ് ആണ്, കീപ്പർ ചേഞ്ച് ഉണ്ടായിരിക്കുന്നതല്ല. മാൻ ഓഫ് ദ മാച്ച് ട്രോഫി പ്ലസ് ക്യാഷ് പ്രൈസ് സ്പോൺസർ ബൈ മറിയം ലൈഫ് കെയർ. ഒപ്പം മൊബൈൽ മാൾ സ്പോൺസർ ചെയ്യുന്ന ഒരു ഹെഡ്സെറ്റ് കൂടി ഗിഫ്റ്റായി ഞങ്ങൾ നൽകുന്നു. വെൽ ബോൾ. ബാറ്റർ ആദ്യം നിന്ന് ആംഗിൾ പരിശോധിച്ച് നല്ലൊരു ഡിസിഷൻ എടുക്കുന്നു എന്ന് വ്യക്തമാകുന്നു. ആ ഒരു ഡിസിഷൻ മേക്കിംഗിൽ നിന്നും ഐ തിങ്ക് ദ റിവ്യൂ വിൽ ലോസ്റ്റ് ഫോർ ഷ്യൂർ. Many more prizes are yet to announce. 9 players are over in 5 ബോളേഴ്സിനെ യൂസ് ചെയ്ത നിവ്യ സോഫ്റ്റ് ബോൾ ടൂർണമെന്റ് ഫാൽക്കൺ കപ്പ് പുരോഗമിക്കുന്നു. ഒരുപാട് സ്പോൺസേഴ്സ് ഈ ടൂർണമെന്റിനോട് സഹകരിക്കുന്നത് കൊണ്ട് തന്നെ അവരില്ലെങ്കിൽ ഈ ടൂർണമെന്റ് ഇല്ല. അതുകൊണ്ട് തന്നെ അവരെ പറയാതെ കളി പറയുന്നതിൽ അർത്ഥവുമില്ല. That's why sorry for the viewers of Krixey and also the spectators are being watching in the Mandalimukku Venyaramuda. Thank you all the sponsors for the part of this tournament. You are watching Falcon Cup All India Floodlight Softball Cricket Tournament. 5 ദിനം 12-ാം തീയതി തുടങ്ങി. ഇപ്പോൾ 15-ാം തീയതിയിലാണ് മത്സരം. യെസ്, റിവ്യൂ ലോസ്റ്റ്. ഉറപ്പായിരുന്നു ആ ഒരു തീരുമാനത്തിൽ. സന്ദീപ് made a great decision. ഇത്തവണ ആ വൈഡിന്റെ ആനുകൂല്യം വേണ്ട. 6 അടിക്കാൻ പറ്റുന്ന ബാറ്റനിക്കുണ്ടെങ്കിൽ അതിനെ ശബ്ദിക്കാൻ കെൽപ്പുള്ള പന്തെറിഞ്ഞാൽ അർത്ഥവത്തായ ഉത്തരവാദിത്തത്തോടുകൂടി ബാറ്റ് വീശും. 1 more ball. 56 എത്തുന്നു. 4ാമത്തെ ഓവറിന്റെ അവസാന ബോളിലേക്ക്. മനോഹരമായ ട്രോഫി ഈ ഒരു സ്റ്റേജിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വ്യക്തമായി വീക്ഷിക്കാൻ സാധിക്കുന്നു. ഐ ഹോപ്പ് ക്രിക്സേ വിൽ ക്യാപ്ചർ ദാറ്റ് മൊമെന്റ്.
ഒരു നോ ബോൾ കൂടി. Oh, that is a tough call, close call for the run out in the non-striking end. Akshay Sridhar gets alive. I think he's confident or what? 50-50 call for the match official, and straight away the third umpire decision in pending. Wait for that. നാളെ ദിനം മണലിമുക്ക് വെഞ്ഞാറമൂട് കണ്ട ഏറ്റവും വലിയ പൂരം, അത് ഫാൽക്കൺ കപ്പിന്റെ അവസാന ദിനമാണ്. ഒരു പൂരത്തിന് ലഭിക്കാവുന്നതിൽ അപ്പുറത്ത് വർണ്ണ കാഴ്ചകളും ഒപ്പം ആവേശവും ഒക്കെ ലഭിക്കുന്ന മണലിമുക്കിന്റെ അവസാന ദിനത്തിന് വേണ്ടി ഫാൽക്കൺ കപ്പിന്റെ സംഘാടകർ എല്ലാം ഒരുക്കി സജ്ജമാക്കി റെഡിയായി നിൽക്കുകയാണ്. Still waiting for that decision in the center stage to confirm. Third umpire decision in pending. It is very tough call. That's why the main official straight away going upstairs, and batter safe. No ball called. Wow, unlucky boy. Lucky boy Akshay Sridhar. അദ്ദേഹം പോലും ഒന്ന് ഉറപ്പിച്ചിരുന്നു അത് വിക്കറ്റ് ആണെന്ന്. But decision was different in the third umpire panel. 1 run added, no ball, free hit, total 2 run on that shot, and free hit ball coming up. Sujit facing Akash. ഒരു ചെറിയ പഞ്ച് മാത്രമായി തീരുന്നു ആ ബോൾ. ബാക്കപ്പ് ഫീൽഡർ അവിടെ കൃത്യമായി പ്ലേസ് ചെയ്യപ്പെട്ട സിംഗിളോടുകൂടി നാലാമത്തെ ഓവർ അവസാനിക്കുമ്പോൾ 59 റൺസിന് 2 വിക്കറ്റ് നഷ്ടത്തിലാണ് ടീം മിക്സഡ് 11 ട്രിവാൻഡ്രം. Speed up. New bowler Hafiz. നല്ല പേസ് ഉണ്ട് ബോളിന്, പക്ഷേ അത് വൈഡ് രൂപത്തിൽ തുടങ്ങുന്നു. എല്ലാവർക്കും അറിയാം, ഇതുപോലെ തന്നെ ഒരു ഫ്ലഡ് ലൈറ്റ് ടൂർണമെന്റ് നടത്തിയതാണ് ട്രിവാൻഡ്രം കൊല്ലം ബോർഡറിൽ പകൽക്കുറിയിൽ അസർമൻ ബോയ്സ്. നല്ലൊരു ടൂർണമെന്റ് നടത്തി തീർത്ത സംഘാടക സമിതി കൂടിയാണ് അസർമൻ ബോയ്സ്. ഇവിടെ ഇതാ അവരുടെ ടീം എത്തുന്നു. വേഗതയിൽ നല്ല നല്ല ബോളുകൾ എറിയാൻ കെൽപ്പുള്ള ഒരു പിടി താരങ്ങൾ, ഒപ്പം കട്ടർ ബോളേഴ്സിനെയും മിക്സ് ചെയ്തുകൊണ്ട് ട്രിവാൻഡ്രം കൊല്ലം കോമ്പിനേഷൻ പ്ലേയേഴ്സ് മിക്സാക്കി ടീം ഇറങ്ങുന്നു. അസർമൻ ബോയ്സ് ഈ മൈതാനത്ത്. മിക്സഡ് 11 ട്രിവാൻഡ്രം കോവള മൈതാനത്ത് നിന്നെത്തുന്ന ഒരു നല്ല ടീം. അക്ഷയ് ശ്രീധർ ഹിറ്റ് a treatment for the bowler Hafiz. ഇടങ്കയ്യന്മാർ ഓഫ് സൈഡിലേക്ക് കവേഴ്സിന് പുറത്തുകൂടി അടിക്കുന്ന ഷോട്ടുകൾക്ക് എപ്പോഴും കാണാൻ ഒരഴകാണ്. അതുപോലെ തന്നെയാണ് when a left-hander hit a maximum, that's called a real beauty in cricket. അത്തരത്തിലൊരു ഷോട്ട് വായിച്ചുകൊണ്ട് അക്ഷയ് ശ്രീധർ ഈ ആരാധകരുടെ മനം കവരുന്ന നിമിഷത്തേക്ക് മനം കവരുന്നു ഈ ഒരു നിമിഷം. വെരി ഗുഡ് ക്വാളിറ്റി സ്ട്രോക്ക് മേഡ് ബൈ അക്ഷയ് ശ്രീധർ. 2 extras after maximum. Again brilliantly bowled but wide +1. 5ാം ഓവറിൽ റൺസ് അധികമായി ലഭിക്കുന്നു. മത്സരം അല്പം വേഗത്തിലാക്കണം, സമയം ഒരുപാട് ലാഗ് വരുന്ന രീതിയിൽ I feel, so please make it fast. 16 matches today, 1 done. We are in the match number 2, so after this match 14 matches. ടൂർണമെന്റിന്റെ കമ്മിറ്റിയുടെ ബോൾ ബോയ്സ്
നന്ദി പറയേണ്ടത് അവർക്കാണ് ഈ ഒരു നിമിഷം ഏറ്റവും കൂടുതൽ തവണ. കാരണം ഇപ്പോഴുള്ള സമയങ്ങളിൽ ബോൾ പറക്കാൻ എളുപ്പമാണെങ്കിൽ കുറച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഗ്രൗണ്ടിലെത്തുന്ന തണുപ്പ് അത് അത്ര ചെറുതല്ല. എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് കിട്ടിയാൽ മതി എന്നാഗ്രഹിക്കുന്ന സമയത്ത് ബാറ്റേഴ്സ് കളത്തിൽ നിന്ന് അടിച്ചുവിടുന്ന പന്തുകളെ എണ്ണിപ്പെറുക്കി ഗ്രൗണ്ടിലേക്ക് വളരെ കൃത്യമായി എത്തിക്കുന്ന ഫാൽക്കൺ കപ്പിന്റെ ബോൾ ബോയ്സ്. പേര് പറയാൻ ഒരുപാട് പേരുകളുണ്ട്, പക്ഷേ അത്രയും പേരും ടൂർണമെന്റിനെ നല്ലൊരു രീതിയിൽ സഹകരിക്കുന്നതിൽ താങ്ക് യു ഫോർ എവറി ബോൾ ബോയ്സ്. മനോഹരമായൊരു ബോൾ, പക്ഷേ വൈഡ് ലൈൻ ക്രോസ് ചെയ്യപ്പെടുന്നു. സിംഗിൾ റൺസ്. അവസാന ദിവസത്തെ രാത്രിയിൽ ആകാശവിസ്മയ കാഴ്ചകൾ നമുക്ക് വേണ്ടി മീരനാശ നാറ്റിങ്ങൽ സ്പോൺസർ ചെയ്യുന്ന ഒരു വലിയ ഉത്സവം തന്നെ നമ്മൾ ഇവിടെ നടത്തി തീർക്കും. That definitely called a no ball. അതിനൊപ്പം ഫ്ലഡ് ലൈറ്റ് പൂരത്തിന് വേണ്ടി ലൈറ്റിനെ സജ്ജമാക്കിയിരിക്കുന്ന കിച്ചു ലൈറ്റ്സ് ആൻഡ് ടീം വെഞ്ഞാറമൂട്. രാത്രി 11 മുതൽ മിഡ് നൈറ്റിൽ ഈ ഒരു മൈതാനത്ത് കിട്ടാവുന്ന എല്ലാ കാഴ്ചകളും വെരി ഗുഡ്. ഹെൽവി നോ ബോൾ. അത് ഫ്രീ ഹിറ്റ് ആണ്. ലെഗ് ബൈ സിംഗിൾ. DJ നൈറ്റ്സ് DJ ഷോ കൂടി നാളെ ദിനത്തിൽ ഫൈനലിന് ശേഷം സമാനദാനത്തിന് ശേഷം ഉണ്ടാകുമ്പോൾ ഉറപ്പായും മണലിമുക്കിന്റെ മൈതാനത്തിലേക്ക് ഒരുപാട് ആസ്വാദകരെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അവസാന ദിനത്തിൽ ഇന്ന് കണ്ടതിലും ഏറ്റവും കൂടുതൽ കാണികൾ നാളത്തെ ഒരൊറ്റ ദിനത്തിന് വേണ്ടി, 5ാം ദിനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നു. Still many more balls to go. Just 3 balls. വൈഡ് ഒരുപാട് ലെങ്തി ഓവറായി മാറുന്നു. സമയം അധികം എടുക്കുന്നു. പ്ലീസ് ബോളിംഗ് സൈഡ്. നിങ്ങൾ എറിയുന്ന എക്സ്ട്രാസിന് അധിക സമയം നമുക്ക് നൽകാൻ സാധിക്കുകയില്ല. നമ്മൾ ടൈമിംഗ് നൽകിയിരിക്കുന്നത് 6 ലീഗൽ ബോളുകൾക്കാണ്. പ്ലീസ് കൺട്രോൾ. Almost 9 plus deliveries bowled in this over so far. Clean bowled and finally the bowler clicks. Timber down. Akshay Sridhar is walking back to the pavilion. Lengthy over in progress. Considered double-digit scorecard so far in this column. And a new batter. Ramesh. Very good collection, and one more time the bowler strikes for the team. A captain collected a catch. Wicket taken by Hafiz. And end of another wicket, end of the 5th over. 76 for 4. 76 എന്ന നിലയിൽ 5 ഓവർ അവസാനിക്കുന്നു. പ്ലീസ് ഒന്ന് വേഗത്തിലാക്കണം, സമയം ഒരുപാട് എടുക്കുകയാണ്. ന്യൂ ബാറ്റർ ഇറ്റ്സ് ജിത്തു. അവസാന ഓവറിന്റെ തുടക്കം സിക്സറോട് കൂടിയാക്കി മാറ്റുന്നു ടീം മിക്സഡ് 11 ട്രിവാൻഡ്രം.
started with a maximum in that final over. Again tried and one more maximum score. A back-to-back sixes in the scorecard of the team on mixed 11. 88 now. Still a comfortable total they scored so far in this venue. 88, no problem. Decent score in the scorecard. Bowler changed. New bowler. Nias. 88-ൽ സ്കോർ ബോർഡ് പുരോഗമിക്കുന്നു. 4 ബോളുകൾ ബാക്കിയാകുന്നു. ന്യൂ ബൗളർ. Strikes in that first delivery, gets a loosener but not punished really well. That's ball straight to the hands of the fielder. Wicket down in that bowling change option. Strikes in that very first ball. Wicket down. And now the new batter, jersey number 45. Kuttu. Kuttu is a new batter into the striking end and 3 balls to go. 3 balls remaining. In the air one more time. ഫ്ലെക്സ് ബോർഡിനെ ചാരിയും അതിനെ എടുക്കാൻ ശ്രമം നടത്തുന്നു. പക്ഷേ തലയ്ക്ക് മുകളിലൂടെ ഒരൊറ്റ സിംഗിൾ കൂടി സ്കോർ കാർഡിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നു. ഇനി 2 ബോളുകൾ കൂടി ആദ്യ ഇന്നിംഗ്സിൽ ബാക്കിയാകുന്നു. 89 എന്ന സ്കോർ ബോർഡിൽ നിലനിൽക്കുന്നു ടീം മിക്സഡ് 11. Full toss and powerfully strikes and one more maximum scored by G2 for the team mixed 11 and score card moves on to 95. It's time to move on to the final ball of the first innings. ആദ്യ ഇന്നിംഗ്സിന്റെ അവസാന ബോളിലേക്ക് കടക്കുമ്പോൾ 3 അക്കത്തിലേക്ക് എത്താൻ ഒരു ബോൾ കൂടി ബാക്കി. If they will score a maximum, they will ended up the innings with a 101. Yes, for sure, it's definitely scored by G2 for the team. 101 and 102 to win. 101 അവസാനിക്കുന്നു. 102 റൺസിന്റെ വിജയ ലക്ഷ്യം for the team Azharman boys. തുടക്കത്തിൽ ഒരു നല്ലൊരു രീതിയിൽ തുടങ്ങിയ ടീം പിന്നീട് ഇടയ്ക്കിടയ്ക്ക് റൺസുകൾ കൺസീഡ് ചെയ്യുകൊണ്ടേയിരുന്നു. ഇനി 102ന്റെ വിജയ ലക്ഷ്യം. ഓപ്പണിംഗ് ബാറ്റേഴ്സ് എത്താം ഗ്രൗണ്ടിലേക്ക്. ബൗളേഴ്സ് ഫീൽഡേഴ്സ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാം. വേഗത്തിൽ ഇറങ്ങാം. മത്സരം ആരംഭിക്കാം. ഇന്ന് ഒരുപാട് ടൈം എടുക്കാനില്ല. കാരണം ആദ്യ പൂള് ഒന്ന് കടുക്കും. പക്ഷെ രണ്ടാമത്തെ പൂള് ഈ ടൂർണമെന്റിലെ തന്നെ ഏറ്റവും ശക്തമായ പൂളായി ഓൾറെഡി ഫിക്സറിന്റെ രൂപത്തിൽ നിങ്ങൾക്ക് പേപ്പർ കടലാസ് ലഭിച്ചപ്പോൾ, ഒരു ഫോട്ടോയായി ലഭിച്ചപ്പോൾ അതിൽ കണ്ടതാണ്. 4ാം ദിനത്തിന്റെ 2ാമത്തെ പൂളിലേക്ക് കടന്നാൽ പിന്നെ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും ചൂളം വിളിച്ചെത്തുന്ന, ട്രെയിനിൽ കയറി മണലിമുക്കിന്റെ മണ്ണിലേക്ക് എത്തുന്ന നിരവധി പ്ലെയേഴ്സിന്റെ വലിയൊരു കളക്ഷനുമായി 4ാം ദിനത്തിന്റെ 2ാം പൂൾ. അതിശക്തമായ മത്സരങ്ങൾ ആ ഒരു പൂളിൽ ലഭിക്കും. ഇതുവരെ കണ്ട പൂരങ്ങളെക്കാൾ കൂടുതൽ ശക്തിയേറുന്ന ഒരു ഫൈറ്റ് കാണാൻ ഫിക്സറിന്റെ ഒരൊറ്റ ആനുപാതികത്തിൽ അവരൊക്കെ ഒരേ പൂളിലേക്ക് കടക്കുമ്പോൾ it's time for the second innings in the match number 2 of the first pool of the 4th day. പ്ലീസ് മത്സരം ആരംഭിക്കാം. 2ാം ഇന്നിംഗ്സ്.
102 മത്സരം ആരംഭിക്കാം. രണ്ടാം ഇന്നിംഗ്സ്. It's the time for the second innings of the match number 2. ഒരുപാട് ശബ്ദം ആവശ്യമായി വരും രണ്ടാമത്തെ ഇന്നിംഗ്. രണ്ടാമത്തെ പൂൾ തുടങ്ങുമ്പോഴും ശക്തമായ മത്സരങ്ങൾ നടക്കുമ്പോഴും. We have 2 commentators in this tournament, Aromel along with me. It is a tough task in the night sessions. 16 matches per day. നിങ്ങൾ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുന്നു. Yes, time for the start. First ball of the Renjays, 1-2 to win. First ball. What a good strike in the first ball, and straight away over the covers for a maximum. What a welcome for the Renjays of 1-2. തുടങ്ങുന്നു അസർമൻ ബോയ്സിന്റെ തേരോട്ടത്തിന്റെ ആദ്യ കുതിപ്പ്, ആദ്യ പതിപ്പ് നിയാസിന്റെ പേരിൽ. 6 on that first ball. Again pulled away. There is a chance but landed safely. D1. 7 on card. And left-hander joins Anandu for the team Azerban boys. The most trustable person in the custody of Azerban boys, the left-hander. Oh, that is straight away. Result and punctuality is a key for the batter. When I'm talking about him, he's a respected and he's a trustable batter for the side, and straight away replaying that first ball he played, a maximum scored half a dozen from the blade of the batter. 6 added. Thirty now, 3 balls done. Very good start by the team Azerman boys in the Renjays. Jitu to Anandu. Swing and a miss. Dot ball taken. 2 balls remaining. Over number 1 in progress. Oh, strikes and ആകാശത്തിൽ ഒരു വർണ്ണ കാഴ്ചയായി നിവ്യയുടെ പന്ത് പറക്കുന്നു. അനന്ത് എന്ന ബാറ്റിന്റെ രൂപത്തിൽ. അടുത്ത മത്സരത്തിനായി യുവാൻ സൗദി വേഴ്സസ് ധ്രുവം വട്ടപ്പാറ. Captains, please report for the toss. Full toss and dipped it rightly in front of the batter, and a single scored. Score moves on to 20 and 1 over 10 at 20 runs on card. One over അവസാനിക്കുന്നു. 20 റൺസുമായി ബാറ്റ് വീശുന്നു ടീം അസർമൻ ബോയ്സ്. It started top gear and needed to continue and needed to build this scorecard as in a comfortable way, in a decent way for the team to make this 1-2 chase. And the bowling side need to defend 30 balls, 82 runs. So far this game is no one can upper hands for the runs. Is 20, it's okay, not a problem for this ground for the bowling side. Still 30 balls to go, 82 needed. Azerman boys, Anandu back to the strike one more time in the second over, second innings.
Jayesh Kovalam, the bowler, has started 1+1. I mean, white +1. 2 runs, whatever matter. 2 runs on card. That means 1 over 22 so far. 80 to win from 30 balls. Oh, that's gone out of the ground as really well. വെഞ്ഞാറമൂട് നെടുമങ്ങാട് റോഡിൽ കൂടി സഞ്ചരിക്കുന്ന ഇരുചക്ര നാൽചക്ര വാഹനങ്ങൾക്കൊരു അപകട ഭീഷണി മുഴക്കിയ പന്ത് പറക്കുന്നു. ഈ ഒരു ഗ്രൗണ്ടിന്റെ മൈതാന മധ്യത്തു നിന്നും മറ്റൊരു പറുദീസയിലേക്ക് പന്ത് എത്തുകയാണ്. വേഗത്തിൽ, അതിവേഗത്തിൽ, ബഹുദൂരത്തിലേക്ക്. What a quality struck by Anandu for the team of Azharman boys. Again, one more time, that sixer is continuing. 2 sixes from the blade of the batter Anandu. He is one of the kind of a talented player from Kollam. Dhruvan Vattapara, ക്യാപ്റ്റൻ എത്രയും പെട്ടെന്ന് തന്നെ ടോസിങ്ങിനായി റിപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിക്കുന്നു. ഓപ്പോസിറ്റ് ക്യാപ്റ്റൻ ഇവിടെ റെഡിയാണ്. വിത്തിൻ 2 minutes നിങ്ങൾ ഗ്രൗണ്ടിൽ, സ്റ്റേജിൽ ടോസിങ്ങിനായി ഉണ്ടായിരിക്കണം. Strikes! What a quality! What a stylish one! മൂന്നാം തവണയും ജയേഷ് കോവളം എന്ന ഏറ്റവും അപകടകാരിയായ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലെ അസ്ത്രത്തിന് പിഴയ്ക്കുന്നു. പിഴവ് സംഭവിപ്പിക്കുന്നു അനന്തു കൊല്ലം. Everyone knows previous couple of months ago, Kollam Premier League, this man has scored a 50 in a couple of time for the team. Azharman boys now one more time for the team, but in different venue. Away from that guideline, runs are coming. Bowling team is shocked now. Unexpected by the bowling team. Things are going on. 40 up. Tried, but grounder to the onside and a single taken by the batter Anandu. Very good cricketing strokes are played and straight away get a lower bounce at Elfrey and a single taken and a strike change and Niaz back to the strike. A lefty righty combination. Make it fast. നല്ല മനോഹരമായൊരു പന്തെറിയുകയാണ് ജഗേഷ്. ലെഗ് ബൈയിലൂടെ റൺസ് നേടുന്നു. സ്ട്രൈക്ക് ചെയ്യിഞ്ചിന് മാച്ച് ഒഫീഷ്യൽ ആവശ്യപ്പെടുമ്പോൾ ബാറ്റിംഗിലേക്ക് ഈ ഒരു ഓവറിൽ തന്നെ 3 സിക്സറുകൾ പറത്തി ഈ ഒരു ഗ്രൗണ്ടിലെ തടിച്ചുകൂടിയ ക്രിക്കറ്റ് ആസ്വാദകരെ ഇരുകരങ്ങൾ കൊണ്ട് കൈയടിപ്പിച്ച ഒരു നിമിഷം സമ്മാനിച്ച അനന്തു. 1 to go. Again 8 strikes. What a big one. ഒരേ രീതിയിൽ തന്നെ നാലാമത്തെ സ്ട്രോക്കും പ്രഹരിച്ച് 49 എന്ന സ്കോർ ബോർഡിലേക്ക് എത്തുന്നു ടീം അസ്ഹർമൻ ബോയ്സ്. 10% of energy start by the team Azharman in the run chase of 49 now. 53 needed to win in 24 balls remaining. ബോളിംഗിലെ ഏറ്റവും കൂടുതൽ അപകടകാരിയായ ബൗളർ 4 സിക്സറിലേക്ക് പറത്തി 30ഓളം റൺസ് സ്കോർ ചെയ്ത ടീം അസ്ഹർമൻ ബോയ്സ്. ഇനി വരുന്നവർക്ക് വലിയൊരു പേടിപ്പിക്കുന്ന ദൃഷ്ടാന്തം മൈതാനത്ത് സൃഷ്ടിക്കുന്നു. 49 and over number 3.
Strikes in the air. That is the first chance. Wicket down. First wicket gone. പുതിയ താരമായി രാഹുൽ ജോയിൻ ചെയ്യുന്ന സെർമെന്റിന്റെ ബാറ്റിംഗ് ലൈനപ്പിലേക്ക് ആസ് എ ഫസ്റ്റ് ഡൗൺ ബാറ്റർ ഫോർ ദ ടീം. Well ball at the left hander, strikes in that very first ball. Very second ball. 50 runs. ഇനിയും വേണം 52. Full toss, but trying to sweep, but single taken into the cow corner. Wide is long on to calculate that shot and a single and a strike back to the inform batter for the team Azerman boys. This wicket is very crucial for the bowling side, but Anandu, the stroke maker, the strong shot maker, still in the middle. Waited on the back foot and he connected really well. Idam Gayan bowlerum, Idan Gayan batterum, always a difficult task for the bowler. ആ ഒരു ക്രിക്കറ്റിന്റെ എഴുതി വെക്കപ്പെട്ട ഒരു രൂപം തെളിയിക്കുന്നു മറ്റൊരു തവണ കൂടി ഒരു മൈതാനത്ത്. Anandu incredibly really well. This is another hit from the blade of the batter and 50 up the batter. Team 63-11 50 ഈ ടൂർണമെന്റിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് 50 പിറക്കുന്നു for the team Azerman boys. Anandu from Kollam. What a quality shots is for the shot makers, shot video makers. പൂട്ടാനില്ല പ്ലാൻ എത്തിയില്ല എന്നുണ്ടെങ്കിൽ മറുപടി ഒരു സിക്സറിന്റെ രൂപത്തിൽ തന്നെയാണെന്ന് പലതവണ തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. 18 ഇനി 33 ഓവർ അവസാനിപ്പിക്കുന്നത് സിക്സറിന്റെ രൂപത്തിൽ. അനന്തു ഈ ഒരു ബാറ്ററിനെ പിടിക്കാത്ത പക്ഷം ഇനി വിജയമെന്ന ആ ഒരു 3 മലയാള അക്ഷരം നിങ്ങൾക്ക് കണ്ണി കാണാൻ പറ്റില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. 18-33. Good to the bowler, started wide LV, one more run. കത്തിജ്വലിക്കുന്ന സ്കോർ കാർഡിലേക്ക് അതിന്റെ ആഘാതം കൂട്ടിക്കൊണ്ടിരിക്കുന്ന സംഭാവന കൂടിയാകുമ്പോൾ പിന്നെ വിജയത്തിലേക്ക് കുതിക്കാൻ ഈസി ടാസ്ക് ഫോർ ദ ബാറ്റേഴ്സ്. 32 needed. ഇതാണ് ഇവിടെ ചെയ്യേണ്ടത്. അത് മാത്രം ചെയ്തു കൂട്ടുന്നു ടീം അസർബൻ ബോയ്സിന്റെ 1 down ബാറ്റർ രാഹുൽ. ഇവിടെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ഇതാണെന്ന് വളരെ കൃത്യമായി അഡാപ്റ്റ് ചെയ്യപ്പെടുകയാണ്. സിറ്റുവേഷൻ അക്സെപ്റ്റിംഗ് ആൻഡ് മൂവിംഗ് rotations are enough for this situation, and he contributed really well with a single and straight away first ball.
അത് തന്നെ അവിടെ രാഹുൽ ചെയ്തു. ഇവിടെ അനന്തു ആ പണി തീർക്കുന്നു. ഒരുപാട് തവണ ആ ഒരു മൈതാനത്തിന്റെ ആ ഒരു ഭാഗത്തേക്ക് പന്തുകൾ പരക്കം പായുകയാണ്. ബോൾ ബോയ്സിന് മുമ്പിലേക്ക് ഒരുപാട് തവണ ഒരു വേദിയിലൂടെ ഈ ഒരു മൈതാനത്തിന് മുഴുവനായി കീഴ്പ്പെടുത്തുമ്പോൾ ബാറ്റിന്റെ മിഡിൽ പ്രതലത്തിലൂടെ തട്ടിച്ചെറിക്കുന്നു. നിവ്യ ബോളിന്റെ എണ്ണം ഫുൾ ടോസ്, പക്ഷെ അല്പം പേസ് ഉണ്ടായിരുന്നു കൊണ്ട് തന്നെ സിംഗിളിലേക്ക് എത്തപ്പെടുകയാണ്. വാട്ട് എ ബാറ്റിംഗ് ഡിസീസ്. ബാറ്റേഴ്സിന്റെ പറുദീസയാണ് ഫാൽക്കൺ കപ്പിന്റെ വേദി എന്ന് തെളിയിച്ചവർക്ക് മുമ്പിൽ ഈ ഒരു മൈതാനത്ത് 3 തവണയാണ് മെയ്ഡൻ ഓവേഴ്സ് എറിഞ്ഞു പോയത്. ഫുൾ ടോസ്. ഇപ്പോൾ ടീമിന്റെ അവസ്ഥ വളരെ ശക്തമായ നിലയിലേക്കാണെന്ന് മനസ്സിലാക്കി. ഇനി അനന്തുവിന്റെ കൈകൾ കടുത്ത മത്സരത്തിൽ പണിയുണ്ടാക്കാം. ഇവിടെ ഞാനൊന്ന് ശബ്ദിക്കാമെന്ന് സിഗ്നൽ പറഞ്ഞുകൊണ്ടാണ് രാഹുലും തുടരുന്നു സിക്സറിന്റെ രൂപത്തിൽ. മിക്സഡ് 11 ട്രിവാൻഡ്രം. തലകുനിച്ച് ബാറ്റേഴ്സിന്റെ ഷോട്ടുകൾ കാണുന്ന അവസ്ഥയിലേക്ക്. That is a flighted full toss and dip that right time in the front of the batter and single taken. ശക്തമായ 2 ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടി അവസാനം ആദ്യ ഇന്നിംഗ്സിൽ 100 കടന്നപ്പോൾ അസർമൻ ബോയ്സിന് തിരിപ്പൻ പന്തുകൾ കൊണ്ട് കൊല്ലംകാരെ വീഴ്ത്താമെന്ന് പ്രതീക്ഷിച്ചവർക്ക് തെറ്റിയെന്ന് അക്ഷരാർത്ഥത്തിൽ ഈ മൈതാനത്തിനോട് മറുപടി വെക്കേണ്ടി വരും. Anandu, the one man is firing in at the venue of Manalemukku Veññaramud. What a shot. Again pulled away. First time he failed a connection and straight into the hands of the fielder. കൈയടിച്ചു പോകേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലൊരു ബാറ്റ് വീശി ഒരു കൊടുങ്കാറ്റായി അവതരിച്ച ഈ കൊല്ലംകാരന്റെ മുമ്പിൽ what an innings he played and is back to the dugout. ഇപ്പോൾ ടീം ഒരു കംഫർട്ടബിൾ സ്റ്റേജിലാണെന്ന് വ്യക്തമാക്കി മടങ്ങുന്നു അനന്തു. what an innings. കരഘോഷങ്ങൾ ഏറ്റുവാങ്ങി മണലിമുക്കിന്റെ വെഞ്ഞാറമൂടിന്റെ മൈതാനത്തെത്തിയ കാണികൾ മുഴുവനായി ത്രില്ലടിച്ചു കണ്ടൊരു നിമിഷം സമ്മാനിച്ച് അനന്തു മടങ്ങുമ്പോൾ 12 ബോളിൽ 17ന്റെ വിജയലക്ഷ്യം ബാക്കിയാകുന്നു. ക്രിക്കറ്റാണ്. അൺപ്രഡിക്റ്റബിൾ സിനാരിയോകൾ ഒരുപാട് കണ്ടിട്ടുള്ള പല വേദികൾ കേരളത്തിന്റെ വിവിധ ഗ്രൗണ്ടുകളിലൂടെ കടന്നു പോകുന്നു. അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ 12 ബോളിൽ 7 എന്നുള്ളത് ഏറ്റവും വലിയ വിക്കറ്റ് നേടി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിന്നും തിരിച്ചു വരാനുള്ള എല്ലാ തരത്തിലുള്ള പന്തുകൾ എറിയാനും കെൽപ്പുള്ള ടീം. മിക്സഡ് 11. Now mixed another bowling option. It's Jitu. Here comes into the action against Rahul. Pulled away and that goes the distance as really well. Newcomer comes in the striking end and deliver the maximum. 4ാം ദിനത്തിന്റെ 2ാം പൂളിലേക്ക് പിക്ചറിൽ തന്നെ വ്യക്തമാണ് ടൂർണമെന്റിന്റെ ഏറ്റവും വലിയ ഗ്ലാമർ ഫൈറ്റ് നടക്കാൻ പോകുന്നത് ഇന്നേ ദിനത്തിലെ അർദ്ധരാത്രിയിലാണെന്ന് ഉറപ്പായിരിക്കുന്നു. The midnight will fire in this Manalemukku Veññaramud for sure, no doubt. Pulls and gone one more maximum. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ കളിച്ചവർക്ക് മണലിമുക്കിലേക്ക് കഴിഞ്ഞ തവണ ഒരുപാട് സ്വപ്നങ്ങൾ ഓർമ്മിക്കാനും മറക്കാനും നൽകിയ ഒരു ടൂർണമെന്റ് ഇത്തവണ പോയ വർഷത്തിനേക്കാൾ കളർഫുള്ളാക്കി 65 ടീമുകൾ മത്സരിക്കുന്നു. പല പ്ലേയേഴ്സ് മത്സരിക്കുന്നു. നോർത്ത് ഇന്ത്യൻ പ്ലേയേഴ്സ് വരെ ഓൾറെഡി ടൂർണമെന്റിൽ കളിച്ച് പുറത്തേക്ക് പോയി. ബൈ സിംഗിൾ ഇൻ ദിസ് ടൈം.
3 റൺസിന്റെ മാത്രം കളി. 100 റൺസ് ചേസ് ചെയ്യുമ്പോൾ ഒരൊറ്റ തവണ പോലും ബൗളേഴ്സിന് പ്രഷർ എന്ന് കൊണ്ടെത്തിക്കാൻ സാധിക്കാത്ത തരത്തിൽ ബാറ്റേഴ്സ് കളം നിറയുന്നു. അങ്ങനെ അവർ ഹെലികോപ്റ്ററോടുകൂടി ഈ ഒരു മൈതാനത്തെ ക്ഷമയോടുകൂടി ശാന്തമായി വീക്ഷിച്ചവർക്ക് മുന്നിൽ അപകടവും സൃഷ്ടിച്ച് അവസാനിപ്പിക്കുന്നു. 7 ബോളുകൾ ബാക്കി നിൽക്കെ കണ്ണും പൂട്ടി വിളിക്കാം പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡ്. ഇറ്റ്സ് ഗോസ് ടു Anantu for team Azharman boys Kollam. Congratulations, all the very best and for the upcoming match. Mixed 11 Trivandrum unfortunately out of the tournament. ഒരുപാട് പ്ലേയേഴ്സ് വന്നുപോയി. പക്ഷേ നോക്കൌട്ട് ടൂർണമെന്റ് ആണ്. നിങ്ങൾ ഉറങ്ങുന്ന സമയത്താണ് അവരുടെ കളികളെന്ന് ഓർമ്മിപ്പിച്ചാൽ ഇന്ന് അർദ്ധരാത്രിയിൽ ഓണായി വെക്കാം നിങ്ങൾക്ക് ക്രിക്സയുടെ യൂട്യൂബിന്റെ ബെൽ അലാറം. Because a fighted pool will come after the 12 AM for sure, no doubt about that.